Welcome to the JEE Advanced Physics paper discussion. This is 2018 JEE Advanced paper 1. The very first question. The potential energy of a mass, as you can read on your screen, the potential energy of a mass at a distance r from a fixed point O is given. So that means while reading, you should understand that there is a point somewhere, or a point on O. From the point O, there is a distance r, and at that point, there is a particle whose mass is m, and its potential energy is given by V of r equal to kr square by 2, or rather half kr square. ഇതാണ് ആദ്യത്തെ സെന്റൻസ്. K is a positive constant of appropriate dimension. അത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും കെയുടെ ഡയമെൻഷൻ, ബിക്കോസ് വി എന്ന് പറയുന്ന എനർജിയാണ്, ആർ ഡിസ്റ്റൻസ് ആണ്. നാച്ചുറലി കെയുടെ ഡയമെൻഷൻ കണ്ടുപിടിക്കാം. This particle is moving in a circular orbit of radius r about the point O. സി ഇതിൽ രണ്ട് ആർ, ഒന്ന് ആർ എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് ആണ്, അടുത്ത ആർ റേഡിയസ് ആണ്. ദാറ്റ് മീൻസ് ഇവിടെ ഒരു സർക്കുലാർ പാത്ത് അബൌട്ട് ദ സെന്റർ. ഇങ്ങനെ ഒരു സർക്കുലർ പാത്ത് ഉണ്ട്. ആ പാത്തിന്റെ റേഡിയസ് തന്നിരിക്കുന്നത് ദാറ്റ് ഈസ് ആർ. വി ഈസ് ദ സ്പീഡ് ഓഫ് ദ പാർട്ടിക്കിൾ. അപ്പൊ നാച്ചുറലി അതിന്റെ ഓർബിറ്റൽ സ്പീഡ് ആയിരിക്കണം അല്ലെ, ടാൻജൻഷ്യൽ ആയിട്ട് അതിനൊരു സ്പീഡ് ഉണ്ട്, ആ സ്പീഡാണ് വി. ഇതിന്റെ ആംഗുലാർ മൊമെന്റം ഈസ് എൽ. എൽ ഈസ് ആംഗുലാർ മൊമെന്റം ഓഫ് ദ പാർട്ടിക്കിൾ with respect to the center O. So this is the picture, and we are asked to find out which of the following options. Like രണ്ട് ഓപ്ഷൻ സ്പീഡിന്റെ ഉണ്ട്, രണ്ടെണ്ണം ആംഗുലാർ മൊമെന്റത്തിന്റെ. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സി മോസ്റ്റ്ലി അഡ്വാൻസ് ക്വസ്റ്റ്യൻസ് പ്രത്യേകത, ക്വസ്റ്റ്യൻ വായിക്കാൻ ഒരുപാട് സമയം എടുക്കും. പക്ഷെ ക്വസ്റ്റ്യൻ ശരിക്കും മനസ്സിലായാൽ സൊല്യൂഷൻ പൊതുവെ അത്ര ബുദ്ധിമുട്ടാവാറില്ല. മനസ്സിലാവാതെ തിരക്ക് പിടിക്കുമ്പോഴാണ് പ്രശ്നങ്ങളൊക്കെ വരുന്നത്. നൗ ഇതെങ്ങനെ പ്രൊസീഡ് ചെയ്യണം? ദിസ് ഈസ് പ്രൊസീഡഡ് ലൈക്ക് നോക്കൂ, ഈ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ അല്ലേ. പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ സ്പീഡിന്റെ ഇക്വേഷനിലേക്ക് എങ്ങനെ വരുന്നത്? സ്പീഡ് സർക്കുലർ പാത്ത് ആണെങ്കിൽ സ്പീഡിന് റിലേഷൻ വരുന്നത് സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ ആണ്, എം വി സ്ക്വയർ ബൈ ആർ. ബിക്കോസ് ഇഫ് യു വാണ്ട് സ്പീഡ്, എം വി സ്ക്വയർ ബൈ ആർ. അതുപോലെ ആംഗുലാർ മൊമെന്റത്തിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് അത് എം വി ആർ ആയിരിക്കണം. സോ ഇഫ് യു നോ വാട്ട് ഈസ് വി, മറ്റൊന്ന് ഇവിടെ ആർ എന്ന് പറയുന്നത് പാത്തിന്റെ റേഡിയസ് ആണ്. സോ നാച്ചുറലി ഐ ഷുഡ് ബി റൈറ്റിംഗ് ഇറ്റ് ആസ് ഇൻ ടേംസ് ഓഫ് ക്യാപിറ്റൽ ആർ. അപ്പോൾ ഇവിടെ എഴുതേണ്ടത് എം വി സ്ക്വയർ ബൈ ക്യാപിറ്റൽ ആർ വേണം. അതുപോലെ എൽ എന്ന് പറയുന്നത് എം വി ആർ ഇതായിരിക്കണം. ദാറ്റ്സ് വൈ ഓപ്ഷൻസിലെല്ലാം ക്യാപിറ്റൽ ആർ ആയിരിക്കണം ഇൻ ടേംസ് ഓഫ് ദി റേഡിയസ്. ആൻഡ് ഹൗ ഡു വി പ്രൊസീഡ് ദിസ്? ഇറ്റ്സ് ആക്ച്വലി ഈസി, ബിക്കോസ് ഇത്തരം ഒരു ഫോഴ്സിന് പൊട്ടൻഷ്യൽ എനർജി തന്നാൽ അതിന് ഫോഴ്സ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? പൊട്ടൻഷ്യൽ എനർജി ഫോഴ്സ് റിലേഷൻ ഇതാണ്, മൈനസ് ഡി വി ബൈ ഡി ആർ. Energy V ആണെങ്കിൽ minus dB by dr gives you the force. So if you differentiate the given equation kr square by 2, that will give you 2 into kr by 2, which is equal to k into r. But there is a minus sign. ഇനി മൈനസ് സൈൻ്റെ മീനിങ് എന്താണെന്ന് അറിയാമോ? ഈ ഫോഴ്സ് ഒരു വെക്ടർ ആണല്ലോ. സോ ഫോഴ്സിനെ നമ്മൾ വെക്ടർ ഫോമിലാണ് എഴുതേണ്ടത്. എഫ് വെക്ടർ ആയിരിക്കണം. ഇതിൽ k ഒരു കോൺസ്റ്റന്റ് ആണ്, r എന്താണ്? r ഒരു വെക്ടർ ആണ്. വാട്ട് ഈസ് r? പാർട്ടിക്കിൾ. മുകളിലെ ഡയഗ്രം നോക്കണം. പാർട്ടിക്കിൾ ഇത് ഇവിടെയാണ് ഇരിക്കുന്നതെങ്കിൽ സെന്ററിൽ നിന്ന് അങ്ങോട്ട് വരയ്ക്കുന്ന ആ വെക്ടറാണ് റേഡിയസ് വെക്ടർ. അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഈ ഫോഴ്സ് എന്നാണ് ഈക്വേഷന്റെ മീനിങ്. മൈനസ് കെ ആർ. സോ ദിസ് ഈസ് എ റേഡിയൽ ഫോഴ്സ്, ഈസ് ആക്ടിങ് ടുവേർഡ്സ് ദ സെന്റർ. അപ്പൊ നോ ഡൗട്ട് അതൊരു സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണ്. നാച്ചുറലി ആ സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡിന് എഫ് ഈക്വൽ ടു കെ ആറിന് നമുക്ക് എം വി സ്ക്വയർ ബൈ ആർ എന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും അറ്റ് എനി ഡിസ്റ്റൻസ്. ആൻഡ് എനി ഡിസ്റ്റൻസ് ഇങ്ങനെ ഒരു റിലേഷൻ ഉണ്ടാക്കാൻ പറ്റും. സോ ഫ്രം ദിസ് വി വിൽ ഗെറ്റ് വി സ്ക്വയർ. വാട്ട് ഈസ് വി സ്ക്വയർ നൗ? വി സ്ക്വയർ ഈസ് ഈക്വൽ ടു കെ ആർ സ്ക്വയർ ഡിവൈഡ് ബൈ എം, വിച്ച് ഇംപ്ലൈസ് ദാറ്റ് വി ഈക്വൽ ടു റൂട്ട് കെ ബൈ എം ഇൻറ്റു ആർ ഫോർ എനി ഡിസ്റ്റൻസ്. ബട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സർക്കുലർ പാത്തിന്റെ റേഡിയസ് ആർ തന്നിട്ടുണ്ടല്ലോ. സോ ഇറ്റ്സ് മൂവിങ് ഇൻ എ സർക്കുലർ പാത്ത് ആർ. സോ നാച്ചുറലി എന്തായിരിക്കണം? ഈ ആറിന് പകരം ക്യാപിറ്റൽ ആർ വെക്കണം. സോ ഇറ്റ് വിൽ ബിക്കം റൂട്ട് കെ ബൈ എം ഇൻറ്റു ക്യാപിറ്റൽ ആർ. ദാറ്റ് ഈസ് ദ ഇക്വേഷൻ ഫോർ ദ സ്പീഡ് ഓഫ് ദ പാർട്ടിക്കിൾ. ഇത് അതിന്റെ ടാൻജൻഷ്യൽ സ്പീഡാണ്. ഓപ്ഷൻ നോക്കാം, ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ക്ലിയർ? സ്പീഡ് കിട്ടി. നെക്സ്റ്റ് പോയിന്റ്, നമുക്ക് ആംഗുലാർ മൊമെന്റം വേണം. ദാറ്റ്സ് വെരി ഈസി ആക്ച്വലി. ആംഗുലാർ മൊമെന്റം പറഞ്ഞതുപോലെ എൽ ഈസ് ഈക്വൽ ടു എം വി ആർ ആണ്. ബട്ട് ഹിയർ ഇറ്റ് ഷുഡ് ബി റിട്ടൺ ആസ് എം ഇ ഇൻറ്റു ക്യാപിറ്റൽ ആർ എം ഇൻറ്റു സ്പീഡിന്റെ ഇക്വേഷൻ നമുക്ക് ഇപ്പോൾ കിട്ടി. എന്തായിരുന്നു സ്പീഡിന്റെ ഇക്വേഷൻ? അത് റൂട്ട് കെ ബൈ എം ആർ ആണ്. കെ ബൈ എം ഇൻറ്റു ആർ ഇൻറ്റു ആർ. സോ ദിസ് വിൽ ഗിവ് യു റൂട്ട് എം കെ ഇൻറ്റു r square. This is the equation for the
angular momentum of the particle. Clear? So the angular momentum is given by root mkr square, option C, and the speed is given by root km by r. Okay, now ഇനി ഒരു കാര്യമുള്ളത് ഇതിൽ ചിലപ്പോൾ ടൈം പീരിയഡ് ചോദിക്കാം. ഹൗ ഡു വി ഫൈൻഡ് ഔട്ട് ടൈം പീരിയഡ്? ഇഫ് യു വാണ്ട് ടു ഫൈൻഡ് ഔട്ട് ടൈം പീരിയഡ്, ഇവിടെയുള്ള സെൻട്രിപെറ്റൽ ഫോഴ്സ് നമ്മൾക്ക് കിട്ടിയത് കെ ആർ അല്ലേ? സെൻട്രിപെറ്റൽ ഫോഴ്സിനെ നമ്മൾ നേരത്തെ എം വി സ്ക്വയർ ബൈ ആർ ഇക്വേറ്റ് ചെയ്തതിന് പകരം നിങ്ങൾക്ക് എം ആർ ഒമേഗ സ്ക്വയർ ഇക്വേറ്റ് ചെയ്യാം. ഒമേഗ ഈസ് നത്തിങ് ബട്ട് 2π by t. So then you will get the time period. Right. ഇനി ഈ ടൈം പീരിയഡ് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ദിസ് വിൽ ഒബേ Kepler's law, t square proportion r cube ഇത് ഒബേ ചെയ്യുന്നുണ്ടാകാം. സോ ഓൾ യുവർ സാറ്റലൈറ്റ് ഇക്വേഷൻസ് വിൽ ബി അപ്ലിക്കബിൾ ഹിയർ. അതിൻ്റെ കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, ടോട്ടൽ എനർജി റിലേഷൻസ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ആൻഡ് ടെൽ മീ വാട്ട് അബൌട്ട് ദ ടോർക്ക് ആക്ടിങ് ഓൺ ദ ബോഡി? ടോർക്ക് ആക്ടിങ് ഓൺ ദ ബോഡി എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഇത് സർക്കുലർ പാത്താണ്. നമ്മളിപ്പോൾ കുറച്ച് മുമ്പ് കണ്ടുപിടിച്ചല്ലോ ഫോഴ്സ് എങ്ങോട്ട് ആക്ട് ചെയ്യുന്നത്, അത് ടുവേർഡ്സ് സെൻറ്ററാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. പൊസിഷൻ വെക്ടർ അതിന് ഓപ്പോസിറ്റ് ആണ്. സോ ആംഗിൾ ബിറ്റ്വീൻ ആർ വെക്ടർ ആൻഡ് എഫ് വെക്ടർ എത്രയാണ്? അത് 180 ഡിഗ്രി ആണ്. സോ ടോർക്ക് ഈസ് ഗിവൺ ബൈ ആർ ക്രോസ് എഫ്. സോ ആർ ക്രോസ് എഫ് എത്രയായിരിക്കണം? അത് 0 ആയിരിക്കണം. ദിൽ ബി നോ ടോർക്ക് ആക്ടിങ് ഓൺ ദ സിസ്റ്റം. ദാറ്റ് ഈസ് വൈ ദിസ് ആംഗുലർ മൊമെന്റം വിൽ ബി കൺസർവ്ഡ്. സോ ദീസ് ആർ ദ അതർ പോയിന്റ് ദാറ്റ് യു ഷുഡ് കീപ് ഇൻ മൈൻഡ് ആഫ്റ്റർ സോൾവിംഗ് ദിസ് ക്വസ്റ്റ്യൻ. Okay, so hope that become fruitful discussion. Practice this, do this many times. അപ്പോൾ നമ്മൾ കൂടുതൽ സമയം ഇത് ചെയ്യുന്തോറും ഇതിനെക്കുറിച്ച് കൂടുതൽ ഇൻസൈറ്റുകൾ കിട്ടിക്കൊണ്ടേയിരിക്കും. കാരണം ഇത് അടുത്ത പ്രാവശ്യം ചോദിക്കില്ലല്ലോ. അടുത്ത പ്രാവശ്യം ഇങ്ങനെ ഇതുമായിട്ട് റിലേറ്റഡ് വേറെ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അത് മനസ്സിലാവണമെങ്കിൽ ഇത് ശരിക്കും മനസ്സിലാവും. ഓക്കെ, താങ്ക് യു ഫോർ ദാറ്റ്.